പൊന്നാനിയിലെ LDFിന്റെ തോൽവി ഗൗരവതരമെന്ന് മുൻ MLA പി നന്ദകുമാർ 24 തോൽവിക്ക് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടാകാം. CPMന്റെയും LDFിന്റെയും അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ടെന്നും തിരുത്തേണ്ട സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി തിരുത്തുമെന്നും പി നന്ദകുമാർ പറഞ്ഞു. കേരളത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച പല മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടു. നമുക്കുണ്ടായിട്ട് പൊന്നാനിയെക്കാട്ടും സ്വാധീനമുള്ള മണ്ഡലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പൊന്നാനിയിലെ മണ്ഡലം ത്തിലെ പരാജയം ഗൗരവതരമാണ്. അതിന് നിരവധി മാനങ്ങളുണ്ട്. ആ പരാജയത്തെ സംബന്ധിച്ചിടത്തോളം ധ്രുവീകരണങ്ങളുണ്ടായിട്ടുണ്ടോ, സംഘടനാപരമായ ദൗർബല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അത് CPMും LDFും അത് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധന കഴിഞ്ഞ ശേഷം വളരെ വ്യക്തമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും. നമുക്കപ്പം നിഖിൽ പ്രമേഷ് ചേരുകയാണ്. നിഖിൽ പ്രമേഷ്, സാത്വികനായ നന്ദേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. വെരി ഗുഡ് മോർണിംഗ്. പൊന്നാനി എന്ന് പറയുന്നത് മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടതുപക്ഷത്തിൻ്റെ പൊന്നാപുരം കോട്ടയാണ്. അവിടുത്തെ തോൽവി വളരെ ഗൗരവതരമായാണ് അണികളും നേതാക്കളും എല്ലാം കണ്ടിരുന്നത്. പക്ഷെ അക്കാര്യത്തിലൊരു പരസ്യ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 2021 മുതൽ 26 വരെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച പി നന്ദകുമാർ എന്ന മുതിർന്ന നേതാവ് ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരികയാണ്. പൊന്നാനിയിലെ തോൽവി ഗൗരവകരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പൊന്നാനിയിലെ തോൽവിക്ക് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. അതൊരു കാരണമായി മാത്രം അതിനെ ചുരുക്കാൻ കഴിയില്ല. നിരവധി കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെങ്കിലും CPMും LDFും ആ തോൽവിക്ക് കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണ്. കൃത്യമായിട്ടുള്ള പഠനം അക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ തിരുത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടി അത് ഉറപ്പായും തിരുത്തും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാക്കിയ വികസന പദ്ധതികളുടെ പോരായ്മയാണോ ഈ തോൽവിക്ക് കാരണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരിക്കലും വികസനമില്ലായ്മയല്ല, അല്ലെങ്കിൽ വികസന കുറവല്ല ഈ തോൽവിക്ക് കാരണമായത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥിത്വം അടക്കം ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TM സിദ്ദിഖിന് വേണ്ടി ഒരു വിഭാഗം അവിടെ പരസ്യ പ്രകടനം നടത്തുന്ന സാഹചര്യം വരെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഇത്തവണ അത്തരത്തിലുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു വിഭാഗം വിട്ടു നിൽക്കുന്നു എന്നുള്ള ശക്തമായിട്ടുള്ള വാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പൊന്നാനിയിലെ തോൽവി അതീവ ഗൗരവതരമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജില്ലയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇക്കാര്യം പാർട്ടി അന്വേഷിക്കുകയാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ഉറപ്പായും അത് തിരുത്തുമെന്നാണ് പി നന്ദകുമാർ 24 വ്യക്തമാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.